എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ്. ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ സംഖ്യകൾ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റിയൊരു ചാപ്റ്ററാണിത്. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ ചോദ്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. കാരണം ഇനി നമുക്ക് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് നമ്പേഴ്സ് പോലെ തന്നെ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സും വരും. അപ്പോൾ അവിടെ നമുക്ക് ആഡ് ചെയ്യാനും അതല്ലെങ്കിൽ നമുക്ക് ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ എന്ത് വേണ്ടി വരും? നെഗറ്റീവ് നമ്പേഴ്സ് കൂടി വേണ്ടി വരും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക അല്ലേ എന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ തുടക്കമാണ് നാം ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊന്ന് എങ്ങനെയാണ് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും സാധാരണ എന്താണ് ഉപയോഗിക്കാറ്? പോസിറ്റീവ് നമ്പേഴ്സാണ് ഉപയോഗിക്കാറ് അല്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളോട് ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇപ്പോൾ 30 കുട്ടികൾ അല്ലെങ്കിൽ 25 കുട്ടികളുണ്ടെന്ന് പറയും. അതല്ലെങ്കിൽ ഒരാളുടെ ശമ്പളം ഒരാളോട് ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പോൾ ഒരു 20,000 രൂപ എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ 50,000 രൂപ എന്ന് പറയും. അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് എത്ര കിലോമീറ്റർ ദൂരമുണ്ടെന്ന് ചോദിച്ചാലോ ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെയൊന്നും നമ്മുടെ ഉത്തരത്തിൽ മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ് 1 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരാളുടെ ശമ്പളം ചോദിക്കുമ്പോൾ നെഗറ്റീവ് 20,000 അല്ലേ, അതല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കുമ്പോൾ നെഗറ്റീവ് 30 കുട്ടികളെന്നൊന്നും പറയാറില്ല അല്ലേ. അതായത് നാം നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുക എന്താണ്? പോസിറ്റീവ് സംഖ്യകളാണ് അല്ലേ. അതേസമയം ചില സന്ദർഭങ്ങളിൽ നാം എന്തുപയോഗിക്കാറുണ്ട്? നെഗറ്റീവ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഉദാഹരണമായിട്ട് നമുക്കറിയാം 30 ഡിഗ്രിയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇതിനേക്കാൾ കുറഞ്ഞു വരും അല്ലേ. പ്രത്യേകിച്ച് നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ തണുപ്പ് സീസണിൽ ടെമ്പറേച്ചർ നമ്മളെക്കാളും വളരെ കുറവായിരിക്കും. ഇപ്പോൾ അത് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു 20 ഡിഗ്രി ഉണ്ടാവും ചില സ്ഥലങ്ങളിൽ. അതല്ലെങ്കിൽ വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 ഡിഗ്രി എത്തും അല്ലേ. അപ്പോൾ ഇങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡൽഹിയിലൊക്കെ നമുക്കറിയാം കൊടും തണുപ്പായിരിക്കും. അതായത് നമുക്കിപ്പോൾ ചിലപ്പോൾ കേൾക്കാറുണ്ട് 4 ഡിഗ്രി, ഡൽഹിയിൽ 4 ഡിഗ്രി അല്ലേ, 4 ഡിഗ്രി ടെമ്പറേച്ചർ, അതുകൊണ്ട് ഡൽഹിയിലെ തണുത്ത് കുറയ്ക്കുന്നു എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഈ ടെമ്പറേച്ചർ ഇപ്പോൾ 4 ഡിഗ്രിയിൽ നിന്ന് വീണ്ടും താഴ്ന്നാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം 0 ഡിഗ്രിയിലെത്തും അല്ലേ, 0 ഡിഗ്രിയിലെത്തും. അപ്പോൾ 0 ഡിഗ്രിയിലെത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളം ഐസ് ആകുന്ന ടെമ്പറേച്ചറാണ് 0 ഡിഗ്രി അല്ലേ. ഇനി 0 ഡിഗ്രിയേക്കാളും ഈ ടെമ്പറേച്ചർ താഴ്ന്നാലോ? ഇപ്പോൾ നമുക്കറിയാം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലേ ടെമ്പറേച്ചർ ചില സമയങ്ങളിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഒരു പക്ഷേ -5 അല്ലേ, -5 അല്ലെങ്കിൽ -7 എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് -5 -7 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ? അതായത് 0 ഡിഗ്രിയേക്കാളും കുറവാണ് -5 എന്ന് പറഞ്ഞാൽ അല്ലേ. അതായത് 0 ഡിഗ്രിയേക്കാളും 5 ഡിഗ്രി കുറവ് അല്ലേ. അതുകൊണ്ടാണ് നാം ഇവിടെ നെഗറ്റീവ് ചിഹ്നം ഉപയോഗിക്കുന്നത്. 0യേക്കാളും 5 ഡിഗ്രി കുറവാണ് ഈ -5 എന്ന് പറഞ്ഞാൽ അല്ലേ. -7 ഡിഗ്രി എന്ന് പറഞ്ഞാലോ 0യേക്കാളും 7 ഡിഗ്രി കുറവ്. അപ്പോൾ നമ്മൾ ഈ 0യേക്കാളും കുറവുള്ള സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക? നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? 0യേക്കാളും ചെറുതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാലാവസ്ഥ പറയുമ്പോഴൊക്കെ അല്ലേ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ നെഗറ്റീവ് ആ ടെമ്പറേച്ചർ നമ്മൾ നെഗറ്റീവിൽ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ചില പ്രവേശന പരീക്ഷകൾ, ഉദാഹരണമായി PSC അതല്ലെങ്കിൽ നമ്മൾ നീറ്റ് പരീക്ഷ, ഇവിടെയൊക്കെ എന്തുണ്ട് നാം കേട്ടിട്ടുണ്ടായിരിക്കും, അവിടെയൊക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് നെഗറ്റീവ് മാർക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഇപ്പോൾ ഒരു ചോദ്യം ശരിയാക്കി കഴിഞ്ഞാൽ ഒരു 3 മാർക്കാണെന്ന് വിചാരിക്കുക. ആ ചോദ്യം ശരിയാക്കി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടുമെങ്കിൽ ആ ചോദ്യം റോങ് ഉത്തരം എഴുതി കഴിഞ്ഞാൽ, തെറ്റായ ഉത്തരം എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 1 മാർക്ക് കുറയ്ക്കും. അതായത് 1 മാർക്ക് അവൻ്റെ കിട്ടിയ മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറയ്ക്കും. അതായത് അവിടെ നാം എന്ത് പറയും? -1. അപ്പോൾ ഇനി രണ്ടെണ്ണം തെറ്റിക്കഴിഞ്ഞാലോ 1 മാർക്കും കൂടിയും കുറയും. അപ്പോൾ അവൻ എത്രയായത്? -2 ആയി അല്ലേ. 2 മാർക്ക് 0യേക്കാൾ 2 മാർക്ക് കുറഞ്ഞു. അതായത് അല്ലെങ്കിൽ കിട്ടിയ മാർക്കിൽ നിന്ന് 2 മാർക്ക് കുറയ്ക്കും. അതായത് ഇപ്പോൾ ഒരു ചോദ്യം ശരിയായി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. ആ കുട്ടി ആ ചോദ്യം അറ്റൻഡ് ചെയ്തില്ല, ആ കുട്ടിക്ക് ആ ചോദ്യം അറിയില്ല, ഉത്തരം അറിയില്ല, ആ ചോദ്യം വിട്ട് കളഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് കിട്ടും? 0 മാർക്ക് കിട്ടും. അതായത് അവന് 0 ആയിരിക്കും. അതേസമയം ആ കുട്ടി അത് ഉത്തരം എഴുതി തെറ്റിക്കഴിഞ്ഞാൽ, റോങ് ഉത്തരം എഴുതി കഴിഞ്ഞാൽ അവനെന്തായിരിക്കും? -1 മാർക്ക്. അതായത് അവന് 1 മാർക്ക് 0യേക്കാളും 1 മാർക്ക് കുറവാണ് അവന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. 10 ചോദ്യം ഒരു കുട്ടിക്ക് 10 ചോദ്യത്തിന് ഉത്തരം അറിയില്ല. അവൻ എന്ത് ചെയ്തു? ആ 10 ചോദ്യത്തിന് ഉത്തരം എഴുതിയില്ല. അങ്ങനെയാണെങ്കിൽ അവന് എത്ര മാർക്ക് കിട്ടും? അവന് കിട്ടുന്ന മാർക്ക് 0 ആയിരിക്കും അല്ലേ. അവന് 10 ചോദ്യത്തിന് ഉത്തരം എഴുതിയില്ല, അവന് കിട്ടുന്ന മാർക്ക് 0. അതേസമയം ഒരു കുട്ടി 10 എണ്ണം എഴുതി, 10 എണ്ണത്തിന് ഉത്തരം എഴുതി, 10 എണ്ണം ഉത്തരം തെറ്റി. അങ്ങനെയാണെങ്കിൽ അവന് എത്ര മാർക്ക് കിട്ടും? അവന് കിട്ടുക -10 മാർക്കായിരിക്കും. അതായത് അവന് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് നെഗറ്റീവ് വന്നു അല്ലേ. അപ്പോൾ അവന് മൊത്തം കിട്ടുന്ന മാർക്ക് എത്രയാണ്? -10. അപ്പോൾ ഇതിലേതാണ് വലുത്?
സീറോയാണ് വലുതല്ലേ? ഉത്തരം തെറ്റിച്ച് എഴുതിയ കുട്ടിക്ക് കിട്ടിയത് 0യെക്കാളും 10 മാർക്ക് കുറവ്. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം ഇനി നെഗറ്റീവ് സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുക, എങ്ങനെയാണ് കുറയ്ക്കുക എന്ന കാര്യങ്ങളാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. നമുക്കെപ്പോഴും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാണ് പരിചയം അല്ലേ? ഉദാഹരണമായിട്ട് 10 - 4. 10ൽ നിന്ന് 6 കുറയ്ക്കണം. വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എത്ര കിട്ടും നമുക്ക്? 6 അല്ലേ? അതല്ലെങ്കിൽ നോക്കിയാൽ 25 - 10. 25-ന് 10 കുറച്ചാൽ നമുക്കറിയാം 15. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഇനി ഞാൻ വേറെ സംഖ്യ ഏതാണ്? 3 - 7. അതായത് 3 ചെറിയ സംഖ്യയാണ് അല്ലേ? ചെറിയ സംഖ്യയിൽ നിന്ന് നമുക്ക് വലിയ സംഖ്യ കുറയ്ക്കണം. 3ൽ നിന്ന് 7 കുറയ്ക്കണം. എന്ത് ചെയ്യും നമ്മൾ? ഇവിടെ നാം ഒറ്റ കാര്യം ചെയ്താൽ മതി. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കാം. അതായത് 7ൽ നിന്ന് 3 കുറയ്ക്കാം. 7ൽ നിന്ന് ശ്രദ്ധിച്ചിരിക്കുക, 7ൽ നിന്ന് 3 കുറയ്ക്കാം. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ. ഇങ്ങനെ കുറച്ച ഒരു ഉത്തരം കിട്ടും അല്ലേ? അതിന് നമ്മൾ ഒരു നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കാം. വലിയ സംഖ്യക്ക് നെഗറ്റീവ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നെഗറ്റീവ് സംഖ്യ ഇടാം. അപ്പോൾ എന്ത് ഒരു ഉത്തരം? 7ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് 4 കിട്ടി. അതിൻ്റെ ചിഹ്നം എന്തായിരിക്കും? നെഗറ്റീവ്. അപ്പോൾ 3ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് -4 ഉത്തരം. ഇവിടെ നാം എന്താ ചെയ്തത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? ഈ നെഗറ്റീവ് ചിഹ്നം കൂടി ഇട്ട് കൊടുത്തു. ഇനി 2 - 8 എന്ത് ചെയ്യും? 2ൽ നിന്ന് 8 കുറയ്ക്കണം അല്ലേ? അപ്പോൾ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ 8 - 2. 8ൽ നിന്ന് 2 കുറച്ചു. ആ കിട്ടുന്ന ഉത്തരത്തിന് ഒരു നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 8ൽ നിന്ന് 2 കുറച്ച് 6 കിട്ടി. നെഗറ്റീവ് ചിഹ്നം കൊടുത്തു, -6. ഇനി 1 - 10 എന്തായിരിക്കും ഉത്തരം? 10ൽ നിന്ന് 1 കുറയ്ക്കുക അല്ലേ? 10ൽ നിന്ന് 1 കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ? ആ നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കുക, നെഗറ്റീവ്. അപ്പോൾ എന്ത് വരും? 10ൽ നിന്ന് കുറച്ച 9, ചിഹ്നം നെഗറ്റീവ്. അപ്പോൾ ഇത്ര സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഇക്കാര്യമാണ് നാം ഫസ്റ്റ് പഠിക്കുന്നത്. അതായത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കണമെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുക്കുക. ഉറപ്പാണല്ലോ? ഓക്കെ. ഇനി അടുത്ത കേസ് നോക്കിയാൽ -5 + 10. അതായത് ഇവിടെ ഒരു നെഗറ്റീവ് സംഖ്യ അല്ലേ? നെഗറ്റീവ് സംഖ്യ കൂടെ എന്ത് കൂട്ടുന്നു? ഒരു 10 കൂട്ടുന്നു. അതായത് പോസിറ്റീവ് കൂട്ടുന്നു, 10 കൂട്ടുന്നു. ഇങ്ങനെ വന്നാൽ നാം എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ ആദ്യം നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ആദ്യം പോസിറ്റീവ് എഴുതാം. പോസിറ്റീവ് എത്രയാണ്? 10 അല്ലേ? അതിനുശേഷം നെഗറ്റീവ് എഴുതാം. നെഗറ്റീവ് എന്താണ്? 5. 10 - 5 എത്രയാണ്? 5. ഇനി -9 + 12 ഇങ്ങനെയാണെങ്കിലോ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യത്തെ നെഗറ്റീവ് വന്നല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ പോസിറ്റീവ് അല്ലേ? പ്ലസ്. അപ്പോൾ നാം എന്ത് ചെയ്യും? ആദ്യം പ്ലസ് എഴുതാം. പ്ലസ് എത്രയാണ്? 12. അപ്പോൾ നമ്മൾ 12 ആദ്യം എഴുതി, പോസിറ്റീവ് ആദ്യം എഴുതി, അതിനുശേഷം -9 തിരിച്ചെഴുതി അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഓർഡർ മാറ്റി, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ 12 - 9 കുറച്ച് എത്രയാണ്? 3. ഇനി -10 + 2 -10 + 2 ഇതെങ്ങനെ ചെയ്യും? ഇതേ രൂപത്തിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പോസിറ്റീവ് എഴുതണം അല്ലേ? അപ്പോൾ 2 എഴുതി. ഇനി എന്ത് വേണം? നെഗറ്റീവ് എഴുതണം അല്ലേ? അപ്പോൾ -10. അപ്പോൾ എന്തോന്നു? 2 - 10. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. ഇപ്പം ഇതിലേക്ക് പോകണം, നാം ഇതിലേക്ക് പോകണം അല്ലേ? അതായത് ഇവിടെ നാം എന്ത് ചെയ്യണം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണം അല്ലേ? വലിയ സംഖ്യ എത്രയാണ്? 10. 10ൽ നിന്ന് 2 കുറയ്ക്കണം. എന്നിട്ട് എന്ത് വേണം? ഈ നെഗറ്റീവ് ചിഹ്നം കൂടി ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10ൽ നിന്ന് 2 കുറച്ചാൽ 8 കിട്ടി, ചിഹ്നം നെഗറ്റീവ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ഇത്ര സ്റ്റെപ്പുകൾ ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റും. അത് ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പോൾ 2 നെഗറ്റീവ് വന്നെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നിൽക്കാം, -3 - 2 ഇങ്ങനെ വന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ് അല്ലേ? ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കേസ്. ഇത് നമ്മൾ സെക്കൻഡ് പറഞ്ഞ കേസ്. ഇനി നമ്മൾ മൂന്നാമത് പറഞ്ഞൊരു കേസാണ് വരുന്നത്. -3 -2. അതായത് നെഗറ്റീവ് സംഖ്യയിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? ഒരു പോസിറ്റീവ് സംഖ്യയെ നാം കുറയ്ക്കുന്നു. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ നോക്കിയേ, -3 അല്ലേ? അതായത് 0ത്തേക്കാൾ 3 കുറവ്. പിന്നെയോ വീണ്ടും 2 കുറവ് അല്ലേ? -2 എന്ന് വെച്ചാൽ വീണ്ടും 2 കുറവ്. അപ്പോൾ എത്ര കുറവ് വന്നു മൊത്തം? 3 - 2 5 അല്ലേ? അപ്പോൾ 0ത്തേക്കാൾ 5 കുറവ്. അങ്ങനെ നമുക്ക് പറയാം അല്ലേ? 0ത്തേക്കാൾ 5 കുറവ്. അപ്പോൾ ഇവിടെ നാം എന്താ ചെയ്തത്? ഈ 2 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഈ 2ഉം കൂടി ആഡ് ചെയ്യുക. 3ഉം 2ഉം 5. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ നെഗറ്റീവ് ചിഹ്നം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കിയാൽ -6 - 5 എന്തായിരിക്കും ഉത്തരം? 6ഉം 5ഉം 11,
ചിഹ്നം നെഗറ്റീവ്. ഇപ്പം -6 -9 എന്തായിരിക്കും ഉത്തരം? രണ്ടും നെഗറ്റീവ് ആണല്ലേ. 6ഉം 9ഉം 15 ചിഹ്നം നെഗറ്റീവ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അല്ലേ. ഇനി നമുക്കിത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കിയാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും ഉത്തരം. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നാം ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ 3ൽ നിന്ന് ഫസ്റ്റ് അല്ലേ, ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ. 3ൽ നിന്ന് 7 കുറച്ചു, അതായത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചു, എന്നിട്ട് നമ്മൾ നെഗറ്റീവ് ചിഹ്നം ഇട്ടു. ഇനി ഇവിടെ എന്താണ് ചെയ്തത്? -5 + 10 അല്ലെ. ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? നാം ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റി എഴുതി. പോസിറ്റീവ് ആദ്യം എഴുതി, പിന്നെ നെഗറ്റീവ് എഴുതി, എന്നിട്ട് 10ൽ നിന്ന് 5 കുറച്ചു 5 എന്ന് എഴുതി അല്ലേ. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും വിഷയമായി. നാം -10 + 2 എന്ന് എഴുതിയപ്പോൾ 2 ആദ്യം എഴുതി, -10 പിന്നെ എഴുതി. അപ്പോൾ നമുക്ക് വീണ്ടും കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നാം എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഇത് കുറച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ ഇത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നാം ഈ ഉത്തരം കണ്ടെത്തിയത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ. രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളായി ശ്രദ്ധിച്ചിരിക്കുക. രണ്ടും വ്യത്യസ്ത ചിഹ്നങ്ങളായി കഴിഞ്ഞാൽ, അതായത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആയിക്കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സ്റ്റെപ്പുകളൊന്നും വരില്ല. അതായത് രണ്ടും ചിഹ്നങ്ങൾ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കുക, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ നാം എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലിയ സംഖ്യ ഏതാണോ അതിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ അത് ഇട്ട് കൊടുക്കുക. വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ, നെഗറ്റീവ് എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു സംഖ്യ പോസിറ്റീവും ഒരു സംഖ്യ നെഗറ്റീവും ആണെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ ആ ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലേ. ഇനി ഈ പറഞ്ഞ കാര്യം ഇവിടെ ഒന്ന് നോക്കി നിങ്ങൾ. 3ൽ നിന്ന് 7 കുറക്കണം. ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് അല്ലേ. അപ്പോൾ നാം ഇവിടെ എന്ത് ചെയ്തു? വലിയ സംഖ്യ 7, 7ൽ നിന്ന് ചെറിയ സംഖ്യ 3. അപ്പോൾ നമുക്ക് ഇതൊന്നും വേണ്ട, ഒറ്റയടിക്ക് തന്നെ എഴുതാൻ പറ്റും അല്ലേ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റയടിക്ക് നമുക്ക് എഴുതാം. 7ൽ നിന്ന് 3 കുറച്ചു 4, ചിഹ്നം 7ൻ്റെ ചിഹ്നം നെഗറ്റീവ്. ഓക്കെ, എഴുതാലോ. ഇനി 2 - 8 അല്ലേ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 8ൽ നിന്ന് 2 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. വലുതിൻ്റെ ചിഹ്നം എന്താണ്? നെഗറ്റീവ്. നെഗറ്റീവ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിത് വേണോ? സ്റ്റെപ്പ് വേണോ? വേണ്ട. ഇനി നോക്കിയേ, 1 - 10 അല്ലേ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 10ൽ നിന്ന് 1 കുറച്ച 9 കിട്ടി. വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. നെഗറ്റീവ് ഇട്ട് കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇവിടെ വന്ന് നോക്കിയേ, -5 + 10 അല്ലെ. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ. അപ്പം എന്ത് വേണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ 10ൽ നിന്ന് 5 കുറച്ചു. ഉത്തരം എത്ര കിട്ടി? 5 കിട്ടി. അതിൻ്റെ ചിഹ്നം ഏതാ വരാം? വലുതിൻ്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ് അല്ലേ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല അല്ലേ, ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, തിരിച്ചെഴുതേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ നോക്കിയാൽ -9 + 12 അല്ലേ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. എന്ത് വേണം? അപ്പോൾ വലുത് 12, ഇതിൽ നിന്ന് ഇത് കുറച്ചു. 12ൽ നിന്ന് 9 കുറച്ചപ്പോൾ നമുക്ക് 3 കിട്ടി. വലുതിൻ്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ് തന്നെ അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പ് ആവശ്യമുണ്ടോ? തിരിച്ചെഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇനി ഇവിടെ നോക്കിയാൽ -10 + 2 ഒന്ന് ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും. എന്ത് വേണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 10ൽ നിന്ന് 2 കുറച്ചു. ഉത്തരം നമുക്ക് 8 കിട്ടി അല്ലേ. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? നെഗറ്റീവ് ഇട്ട് കൊടുത്തു. വേണ്ട, ഒറ്റയടിക്ക് ഉത്തരം കിട്ടിയാലോ. ഈ സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇവിടെ എന്ത് നോക്കിയാൽ ഒരേ ചിഹ്നം. അടുത്ത കാര്യം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു അല്ല. ആദ്യത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരേ ചിഹ്നം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അവ തമ്മിൽ ആഡ് ചെയ്യുക, അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക. ഒരേ ചിഹ്നം -3 -2 എന്ത് വരും? -5. കണ്ട, 3 2 കൂടി കൂട്ടി 5. അതേ ചിഹ്നം നെഗറ്റീവ് തന്നെ ഇട്ട് കൊടുത്തു. ഇനി -6 -5 6ഉം 5ഉം 11 നെഗറ്റീവ് ഇട്ട് കൊടുത്തു. 6ഉം 9ഉം 15 നെഗറ്റീവ് ഇട്ട് കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കുക. ഇനി നമ്മൾ പടപടപടേന്ന് പറഞ്ഞിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിനി ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനി ഒരു സ്റ്റെപ്പുകളൊന്നും എഴുതുന്നില്ല. ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടാം. ഇത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെയോ, ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ അവ തമ്മിൽ ആഡ് ചെയ്യുക, അതേ ചിഹ്നം തന്നെ ഇടാം. ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഒരു സ്റ്റെപ്പും ഇല്ലാതെ തന്നെ ഈ ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇവിടെ നോക്കിയാൽ 4 - 9 എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക അല്ലേ. അപ്പോൾ 9ൽ നിന്ന് നമ്മൾ 4 കുറയ്ക്കുന്നു, 5 കിട്ടി അല്ലേ. 5 കിട്ടി. ചിഹ്നം ഏതായിരിക്കും? വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്.
ഇനി ഇത് നോക്കിയാൽ 14 - 29 അല്ലേ? അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. ഒന്ന് വേണം വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 29 നിന്ന് 14 കുറച്ച് എത്ര കിട്ടും? 15. 15 കിട്ടി. ചിഹ്നം എന്ത് എഴുതണം? വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടെ വേണം 5 - 10. അപ്പോൾ എന്ത് വേണം? ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു. 10ൽ നിന്ന് 5 കുറയ്ക്കുന്നു. 5 കിട്ടി. വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. ഓക്കെ. ഇനി ഇത് നോക്കിയേ. 25 - 65 അല്ലേ? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു. 65ൽ നിന്ന് 25 കുറച്ചാൽ 40. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഇട്ടു. ഇനി ഇവിടെ നോക്കിയേ. അര -3/4 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്കറിയാം അരയും ഇത് മുക്കാലുമാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. വലുത് 3/4 ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. 1/2 കുറയ്ക്കണം അല്ലേ? എന്നിട്ട് ആ കിട്ടുന്ന ഉത്തരത്തിന് നമുക്ക് വലുതിൻ്റെ ചിഹ്നം, ഈ ചിഹ്നം നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം എന്താ? ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ 4 ഇവിടെ 2. ഫ്രാക്ഷൻ ആകുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആവണം അല്ലേ? കുറയ്ക്കാനും കൂട്ടാനും. അപ്പോൾ നാം എന്ത് വേണം? ഇതിനെ നമുക്ക് 4 ആക്കാൻ പറ്റുമല്ലോ? 4 ആക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 4 ആകും. അങ്ങനെയാണെങ്കിൽ നാം എന്ത് വേണം? ഇതിനെയും 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇതിനെ 3/4 മൈനസ് ഇവിടെ 1 × 2 2/2 × 2 4 അല്ലേ? അപ്പോൾ നമുക്കിതിനെ മാറ്റി 2/4 എന്നത്. ഇനി എന്ത് കിട്ടും? 3ൽ നിന്ന് 2 കുറച്ചാൽ 1/4 അല്ലേ? അപ്പോൾ 1/4 ഉത്തരം കിട്ടി. ഇനി വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെയും ഇതേ വിഷയം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1/2 ആണ് വലുത് അല്ലേ? അതായത് ഇത് 3 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമുള്ളൂ. ഇവിടെ 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമുണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് വലുത് അല്ലേ? അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം. 1/2ൽ നിന്ന് 1/3 കുറയ്ക്കണം അല്ലേ? എന്നിട്ട് നാം എന്ത് ചെയ്യണം? വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി അല്ലേ? സീക്വൽ ടു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് വിഷയം? ഇവിടെ നമുക്ക് ഇത് സെയിം ആക്കണം അല്ലേ? അപ്പോൾ 2നെ നമുക്ക് 3 ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 3നെ 2 ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ശ്രദ്ധിക്കുക, 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ 3 കൊണ്ട് ഇവ 2നെയും ഗുണിക്കാം. അപ്പോൾ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു, ഇവിടെ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു. പിന്നെ എന്ത് വേണം? നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇതിൻ്റെ 2 കൊണ്ട്, ഇതിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെയും ഗുണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു, ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെയും ഗുണിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 2 ആണല്ലോ. അപ്പോൾ 2 കൊണ്ട് ഇതിനെ ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 × 3 3 3 × 2 6. അപ്പോൾ 3/6 എന്നതിനെ മാറ്റി എഴുതി. മൈനസ് 1 × 2 2 3 × 2 6. അപ്പോൾ നമുക്ക് സെയിം ആയല്ലോ? സെയിം ആയല്ലേ? ഇനി നമുക്ക് 3ൽ നിന്ന് 2 കുറച്ചാൽ 1/6. 1/6 ഇട്ടല്ലേ? വലുതിൻ്റെ ചിഹ്നം എന്താണ്? മൈനസ് ഇട്ട് കൊടുത്തു. അതല്ലെങ്കിൽ ഇത് ചെയ്യാൻ മറ്റൊരു രൂപം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടിയ 1/2 മൈനസ് 1/3 എന്നല്ലേ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് സെയിം ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് ഇവിടെ തമ്മിൽ ഗുണിക്കാം. 2 × 3 എത്രയാണ്? 6. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഡിനോമിനേറ്റർ 6. 3 × 2 6. ഓക്കെ. ഇനി നമുക്ക് ഇവ തമ്മിൽ ഗുണിക്കാം. അപ്പോൾ 1 × 3 എത്രയാണ്? 3. ചിഹ്നം മൈനസ്. ഇനി ഇവ തമ്മിൽ ഗുണിക്കാം. 1 × 2 2. അപ്പോൾ 3 - 2 എത്രയാണ്? 1/6. കണ്ടില്ലേ? അപ്പോൾ ഇതേ ഉത്തരം നമുക്ക് ഇവിടെ വളരെ എളുപ്പത്തിൽ കിട്ടും. ചിഹ്നം നമ്മൾ എഴുതണം, വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ഇതിലേതാണ് നിങ്ങൾക്ക് എളുപ്പം ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം, വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ വലുതിനൊക്കെ നെഗറ്റീവ് ആയതുകൊണ്ട് നാം നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പേജ് നമ്പർ 99 ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേജ് നമ്പർ 99 ചോദ്യങ്ങൾ അല്ലേ? അപ്പോൾ ഇവിടെ നാം എന്താണ് ചെയ്യുന്നത്? സ്റ്റെപ്പുകളൊക്കെ ഒഴിവാക്കുന്നു. എന്താണ് ചെയ്യുന്നത്? 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടാം. അതല്ലേ? ഇതാണ് നാം പഠിച്ചിട്ടുള്ളത്. അത് ഉപയോഗിച്ചുകൊണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. 2 വ്യത്യസ്ത ചിഹ്നങ്ങളാണല്ലോ. -4 + 9 അല്ലേ? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 9ൽ നിന്ന് 4 കുറച്ച് എത്ര കിട്ടി? 5 കിട്ടി. വലുതിൻ്റെ ചിഹ്നം എന്താണ്? പ്ലസ് അല്ലേ? അപ്പോൾ നമുക്ക് പ്ലസ് ഇടണമെന്നുണ്ടോ? ഇല്ല അല്ലേ? പ്ലസ് ആയതുകൊണ്ട് ഇടണമെന്നില്ല. ഇനി ഇവിടെ നോക്കിയേ, 2 വ്യത്യസ്ത ചിഹ്നങ്ങളാണ്. എന്ത് വേണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 9ൽ നിന്ന് 4 കുറച്ച് എത്ര കിട്ടും? 5 കിട്ടും. ഉത്തരം 5. വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. 9ൻ്റെ ചിഹ്നം നെഗറ്റീവ് അല്ലേ? അപ്പോൾ -5. ഓക്കെ. ഇനി അടുത്തത് നോക്കിയേ, 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ അല്ലേ? അപ്പോൾ എന്ത് വേണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 15ൽ നിന്ന് 8 കുറച്ച് എത്ര കിട്ടും? 7. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? നെഗറ്റീവ് 7. കണ്ടോ? അപ്പോൾ നമുക്ക് സ്റ്റെപ്പുകളൊന്നും വേണ്ട. ഇനി ഇത് നോക്കിയാൽ -8 + 15 അല്ലേ? 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ. വലുത് 15, അതിൽ നിന്ന് 8 കുറച്ച് അത്ര കിട്ടും നമുക്ക്? 7. വലുതിൻ്റെ ചിഹ്നം ഏതാണ്? പോസിറ്റീവ് അല്ലേ? അപ്പോൾ നമുക്ക് ചിഹ്നം ഇടണോ? വേണ്ട. ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ ഫ്രാക്ഷൻ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ 1/2 + 3/4 അല്ലേ? ഇത് മുക്കാലാണ്, ഇത് അരയാണ് അല്ലേ? അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ വലുതിൽ നിന്ന് നമ്മൾ ചെറുത് കുറയ്ക്കണം
അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം, മുക്കാലിൽ നിന്ന് അര കുറച്ച് എത്ര വരും? 1/4 കിട്ടും അല്ലേ? 1/4 കിട്ടും. നമുക്ക് പെട്ടെന്ന് അറിയാം. ഇനി അറിയാത്തവരെന്ത് ചെയ്യണം? നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നോക്കാം. അപ്പോൾ 3/4 നിന്ന് ചെറുത് കുറയ്ക്കുന്നു, 1/2 കുറയ്ക്കുന്നു അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതെന്ത് വേണം? നമുക്ക് 2നെ 4 ആക്കാൻ പറ്റുമല്ലോ? പറ്റും. എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ 2നെ 2 കൊണ്ട് ഗുണിച്ചു. ഈക്വൽ ടു എന്ത് വരും? 3/4 മൈനസ് 1×2 2/2 4 അല്ലേ? അപ്പോൾ ഇവിടെ സെയിം ആയല്ലോ, സെയിം ആയി. ഇനി 3ൽ നിന്ന് 2 കുറച്ചാൽ 1/4. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 1/4. ഇനി ചിഹ്നം ഏത് വരും? വലുതിൻ്റെ ചിഹ്നം അല്ലേ? വലുതിൻ്റെ ചിഹ്നം ഏതാണ്? പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 1/4. നമുക്കിത് നോക്കിയാൽ -3/4 പ്ലസ് അര അല്ലേ? ഇവിടെ മുക്കാലാണ്, ഇവിടെ അരയാണ് അല്ലേ? അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. നാം പറഞ്ഞ പോലെ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുത് ഏതാണ്? വലുത് 3/4 അല്ലേ വലുത്? അപ്പോൾ നമുക്ക് 3/4 നിന്ന് ചെറുത് കുറയ്ക്കുക, 1/2 കുറയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 4 ആക്കണം. അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പോൾ എന്ത് തോന്നുന്നു? നമുക്ക് 3/4 മൈനസ് 2/2 4 അല്ലേ? 3ൽ നിന്ന് 2 കുറച്ചാൽ 1/4. വലുതിൻ്റെ ചിഹ്നം, വലുതിൻ്റെ ഏതാണ്? നെഗറ്റീവ്. അപ്പോൾ നമുക്ക് -1/4. അപ്പോൾ നമ്മൾ ഇതേവരെയുള്ള എല്ലാ ചോദ്യങ്ങളും ചെയ്ത ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് എന്താണ്? വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. മനസ്സിലായല്ലോ? ഇനി നമ്മൾ നമ്മുടെ പേജ് നമ്പർ 100 അല്ലേ, അതിലെ ചോദ്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അവിടെയും നമ്മൾ എന്താണ് ചെയ്യുന്നത്? വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞല്ലോ, ഒരേ സെയിം ചിഹ്നങ്ങൾ സെയിം ആണെങ്കിൽ അവ തമ്മിൽ ആഡ് ചെയ്യുക, അതേ ചിഹ്നം തന്നെ ഇടുക. ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നോക്കിയാൽ -3 -1 എന്തുത്തരം എഴുതും? ചിഹ്നം സെയിം അല്ലേ, നെഗറ്റീവ് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? 2 സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവ തമ്മിൽ ആഡ് ചെയ്യുക. 3ഉം 1ഉം 4, അതേ ചിഹ്നം നെഗറ്റീവ്. ഓക്കെ. ഇനി അടുത്ത് നോക്കിയാൽ ചിഹ്നം വ്യത്യസ്തമാണ്. എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, വലുതിൻ്റെ ചിഹ്നം അല്ലേ? അപ്പോൾ 9ൽ നിന്ന് 4 കുറച്ചപ്പോൾ എത്ര കിട്ടി? 5 കിട്ടി. വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ സ്റ്റെപ്പുകൾ ഒഴിവാക്കാം. ഇനി ഇവിടെ നോക്കിയാൽ രണ്ടും ഒരേ ചിഹ്നം. എന്ത് വേണം? 10ഉം 4ഉം 14, അതേ ചിഹ്നം ഇടുക, നെഗറ്റീവ്. ഇനി ഇവിടെ നോക്കിയാൽ നെഗറ്റീവ്, രണ്ടും നെഗറ്റീവ്. എന്ത് ചെയ്യുക? 7ഉം 8ഉം 15, അതേ ചിഹ്നം നെഗറ്റീവ്. ഇവിടെ നോക്കിയാൽ ഒരേ ചിഹ്നം അല്ലേ? അപ്പോൾ 1ഉം 1ഉം 2, ചിഹ്നം നെഗറ്റീവ്. ഇവിടെ നോക്കിയാൽ വ്യത്യസ്ത ചിഹ്നങ്ങൾ അല്ലേ? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം. 20ൽ നിന്ന് 10 കുറച്ചാൽ 10 കിട്ടി. വലുതിൻ്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ്. ഇനി അടുത്ത് നോക്കിയാൽ 8 - 12 അല്ലേ? വ്യത്യസ്ത ചിഹ്നം. വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, 12ൽ നിന്ന് 8 കുറച്ചാൽ 4, വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. ഓക്കെ. ഇനി അടുത്ത് നോക്കിയാൽ 1.5ൽ നിന്ന് 7.5 കുറക്കണം അല്ലേ? ചിഹ്നങ്ങൾ എന്താ? വ്യത്യസ്തമാണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. അപ്പോൾ 7.5ൽ നിന്ന് 1.5 കുറച്ച് എത്ര കിട്ടും? 7.5 - 1.5 അല്ലേ? 6 അല്ലേ? അത് 6 കിട്ടി. അപ്പോൾ ചിഹ്നം എന്തായിരിക്കണം? നെഗറ്റീവ്. വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. ഇനി ഇത് നോക്കിയാൽ -25 - 3.5 അല്ലേ? രണ്ടും ഒരേ ചിഹ്നം, അതായത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? തമ്മിൽ കൂട്ടുക, അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക. 25ഉം 3.5, 25ഉം 3.5 കൂടി കൂട്ടി എത്ര വരും? 25ഉം 3 28. അപ്പോൾ 28.5 അല്ലേ? 28.5. ചിഹ്നം എഴുതി കൊടുക്കണം, നെഗറ്റീവ്. കണ്ടില്ലേ? ഓക്കെ. ഇനി നമ്മുടെ 10ാമത്തെ നോക്കിയാൽ -1/2 -1/4 അല്ലേ? ചിഹ്നം സെയിം ആണല്ലോ. അപ്പോൾ ഇവ തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതേ ചിഹ്നം ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ അരയും 1/4 കാലും ആഡ് കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്കറിയാം, 3/4 കിട്ടും അല്ലേ? 3/4 കിട്ടും, 3/4 കിട്ടും. ഇനി സംശയമുള്ളവർ എന്ത് ചെയ്യുക? ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് 1/2 + 1/4. ഇവിടെ സെയിം അല്ലാത്തതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് 2 കൊണ്ട് ഗുണിക്കുന്നു, ഇതിനെ 2 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/4 + 1/4 അല്ലേ? അപ്പോൾ 2ഉം 1ഉം 3 അല്ലേ? അപ്പോൾ 2ഉം 1ഉം 3, 4 അല്ലേ? അപ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടി. ചിഹ്നം ഏതായിരിക്കണം? അതേ ചിഹ്നം അല്ലേ? അപ്പോൾ -3/4. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇവിടെ നോക്കിയാൽ ഒരേ ചിഹ്നമാണ് അല്ലേ? രണ്ടും മൈനസ് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതേ ചിഹ്നം ഇട്ട് കൊടുക്കാം. 2.5യും 1.5യും കൂടി കൂട്ടി എത്ര? 2ഉം 1ഉം 3, അരയും 1 അല്ലേ? അപ്പോൾ 3ഉം 1ഉം 4. അപ്പോൾ 4 ഉത്തരം കിട്ടി. ചിഹ്നം നെഗറ്റീവ്. ഇനി ഇവിടെ നോക്കിയാൽ -3.5 + 3.5, ചിഹ്നം വ്യത്യസ്തമാണല്ലോ, ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 2ഉം 3.5 അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എത്രയാണ്? 0 അല്ലേ? അപ്പോൾ 0. അതായത് -1 + 1 എന്ത് വരും? നമുക്ക് 2 വ്യത്യസ്ത ചിഹ്നങ്ങൾ അല്ലേ? അപ്പോൾ -1 + 1 എന്ന് പറഞ്ഞാൽ 0, അല്ലെങ്കിൽ -5 + 5 എത്രയാണ്? 0 അല്ലേ?
അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽ വെക്കുക. ഒന്ന്, ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. രണ്ടാമത്തേത്, ഒരേ ചിഹ്നമാണെങ്കിൽ അവ തമ്മിൽ ആഡ് ചെയ്യുക, അതേ ചിഹ്നം തന്നെ ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ? ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മ വെച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം.